ഹലോ ബച്ചോ, 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തത് 2ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ടോമി ഓർമേം. ടോമി ആരാ നമുക്ക് നോക്കാം. എടുക്കുമ്പോൾ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോമിയും. ആൻഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മേം എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ. മേം ഞാൻ, ഐ. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? പ്രോയിത്തി റോയ് ആണ് ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. കണ്ടോ, അവിടെ മനോഹരിയായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു മിടുക്കിക്കുട്ടി 2 സൈഡൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ച് നല്ല പുള്ളി ഉടുപ്പൊക്കെ, പൂക്കളുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. കണ്ടോ, പേരെന്താ എഴുതിയിരിക്കുന്നത്? മേൻ നീതൂഹും. ആരാണെന്നാ പറയണേ? ഞാൻ നീതു ആണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നോക്കണേ. മേം നീതൂഹും. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും പേര് പറയാം. നീതു എന്നുള്ളതിന് പകരം നിങ്ങളുടെ പേര് ചേർത്തിട്ട് പറയാം. മേം നീതൂഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം നീതു. അടുത്തത് നോക്കിയേ, എന്താ ചിത്രത്തിൽ കാണിക്കുന്നത്? വോ സർദിയോ കി രാത് ഥി. രാത്രിയിൽ മൂടി പൊതച്ച് കിടന്നുറങ്ങുന്ന ആ നീതുവിൻ്റെ ചിത്രം കണ്ടോ നിങ്ങളവിടെ? എന്താ പറയുന്നേ? ആ രാത്രി എങ്ങനത്തെ രാത്രിയായിരുന്നു? സർദിയോ കി രാത് ഥി. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രിയിൽ നിങ്ങളെങ്ങനെയാണ് മൂടി പൊതച്ച് കിടന്നുറങ്ങില്ലേ? അതേപോലെ ഈ നീതുവും മൂടി പൊതച്ച് കിടന്നുറങ്ങുകയാണ് സർദിയുള്ള നല്ല തണുപ്പുള്ള രാത്രിയിൽ. കണ്ടോ, ആ തണുപ്പുള്ള രാത്രിയിൽ നീതു കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ പുറത്തു നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് അവൾ നോക്കുന്ന നേരത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ ആരാണ് ഇരിക്കുന്നത്? ഒരു പട്ടിക്കുട്ടിയെ കാണുന്നുണ്ട്. കണ്ടോ, ആ പട്ടിക്കുട്ടി അവൾ, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യും? ആ പട്ടിക്കുട്ടി എന്താ ചെയ്യണേ? അയ്യോ പാവെന്ന് കരുതിയിട്ട് അതിനെ പിടിക്കാൻ പോകുമല്ലേ? അതേപോലെ നീതു ഇവിടെ ടോർച്ചൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ആ പട്ടിക്കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് ഒരു കൊട്ടയിലിരുത്തി അതിന് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞതാ അവിടെ അവൾ ആ കൊട്ടയിൽ പട്ടിക്കുട്ടിയെ ഉറക്കി അവളും അടുത്ത് കിടന്നുറങ്ങി. ഉസേ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത് പസന്ത് താ. ആ പട്ടിക്കുട്ടിക്ക് ചായയുടെ കൂടെ ബിസ്ക്കറ്റും കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം ചായയും ബിസ്ക്കറ്റുമാണ് പട്ടിക്കുട്ടിക്ക് നീതു കൊടുക്കുന്നത്. ഖാന എന്താണ്? ഫുഡ്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം, വളരെ ഇഷ്ടം. വളരെ എന്ന് പറയില്ലേ, വെരി. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ഓർ മേരെ സാത്ത് ഖേൽന. പിന്നെ എന്തിനാ ഇഷ്ടം? എൻ്റെ കൂടെ കളിക്കാനും ഇഷ്ടമാണ്. ഖേൽന എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുക. പങ്ക് കെ നീച്ചെ സോന. പിന്നെ എന്തിനാണ് പട്ടിക്കുട്ടിക്ക് ഇഷ്ടം? ടോമിക്ക് ഇഷ്ടം എന്താണ്? പങ്കേ എന്ന് പറഞ്ഞാൽ കണ്ടോ, അവിടെ ചിത്രം കാണിച്ചിരിക്കുന്ന കണ്ടോ? എന്താണ് പങ്കേ? ഫാനിൻ്റെ താഴെ കിടന്നുറങ്ങാനും ഇഷ്ടമാണ്. സോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. ഓർ കിതാബ് പഠന. പിന്നെന്തിനാ ഇഷ്ടം? ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന്. ഓർ കിതാബ് എന്താണ്? ബുക്ക്, പുസ്തകം വായിക്കാനും ഇഷ്ടമാണ്. പിന്നെന്താണ്? സ്കൂൾ ബസ് വന്നപ്പോൾ നീതു സ്കൂൾ ബസ്സിൽ കയറി പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്താ പറയുന്നത്? ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ. ഈ നീതു പുറത്തു പോണതൊട്ടും ഇഷ്ടമായിരുന്നില്ല പട്ടിക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ വേണം, ടോമിയുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അവൾ പുറത്തു പോണത് ഇഷ്ടമായിരുന്നില്ല. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ. ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുശ് രഹത്തെ. ഞങ്ങൾ ഒരുമിച്ച് കൂടെ ഇരിക്കുമ്പോൾ
ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തുഷ്ടരാണെന്ന്, വളരെയധികം സന്തോഷിച്ചിരുന്നു എന്ന്. മനസ്സിലായോ? അങ്ങനെ ആ തണുപ്പുള്ള രാത്രിയിൽ ആരെയാണ് കൂട്ടിന് കിട്ടിയത്? ടോമിയാണ് കിട്ടിയത്. ഒരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത്. ആ പട്ടിക്കുട്ടിയുടെ പേരാണെന്ത്? ടോമി. അപ്പോൾ ടോമിയും നീതുവും, അതാണ് ടോമി ഓർമ്മയും എന്ന് പറയുന്നത്. അപ്പോൾ ടോമി ഓർമ്മയിൽ ടോമി ആരാന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക് എല്ലാവർക്കും? ടോമിയാണ് ആര്? പട്ടിക്കുട്ടി. ഈ പട്ടിക്കുട്ടിക്ക് എന്താണ് പറയുക ഹിന്ദിയിൽ? അറിയോ കൂട്ടുകാർക്ക്? പപ്പിക്ക് എന്താ പറയുക? പപ്പി പില്ല. എന്താണ്? പില്ല എന്നാണ് പട്ടിക്കുട്ടിക്ക് പറയുക. ടോമിയാണ് പില്ല. പില്ലയുടെ പേരാണ് എന്ത്? ടോമി. മേം എന്ന് പറഞ്ഞാൽ ഐ. സർദി എന്താണ്? സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. സർദിയോം കി രാത്ത് എന്താണ്? തണുപ്പ് കാലത്തെ രാത്രി. സർദിയോം കി രാത്ത് തണുപ്പ് കാലത്തെ രാത്രി. ധീ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അത് തണുപ്പ് കാലത്തെ ഒരു രാത്രി ആയിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ഉസേ ചായ് കെ സാത്ത്. ഉസേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്. ഉസേ എന്ന് പറഞ്ഞാൽ അതിന്. ചായ് കെ സാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത്. ബിസ്ക്കറ്റ് എന്താണ്? ബിസ്ക്കറ്റ് തന്നെ, നമ്മൾ സാധാരണ കഴിക്കുന്ന ബിസ്ക്കറ്റ് തന്നെ. ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കുക, ടു ഈറ്റ്. ബഹുത് പസന്ത് ഥാ, വളരെയധികം ഇഷ്ടമായിരുന്നു, വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നെന്താ പറയുന്നത്? ഓർ മേരെ സാത്ത് ഖേൽന എന്താണ്? കളിക്കുക, ടു പ്ലേ. മേരെ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ. പങ്കേ കെ നീച്ചെ സോന. പങ്കേ എന്താണ്? പങ്കേ എന്ന് പറഞ്ഞാൽ ഫാൻ. പങ്കേ എന്താണ്? ഫാൻ. സോന ഉറങ്ങുക. കെ നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ. കെ നീച്ചെ എന്ന് പറഞ്ഞാൽ അണ്ടർ, താഴെ. പങ്ക ഫാൻ. കിതാബ് എന്താണ്? കിതാബ് ബുക്ക്, പുസ്തകം. കിതാബ് ബുക്ക് അല്ലെങ്കിൽ പുസ്തകം. പഠന എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുക. പഠന വായിക്കുക, ടു റീഡ്. ഉസേ മേരാ ബാഹർ ജാന. ബാഹർ എന്താണ്? പുറത്തു പോവുക, പുറമേക്ക് പോവുക. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക. ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ. ഒട്ടും. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും, തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛാ നഹീ ലഗ്താ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുശ് രഹത്തെ. ഹം ആരാണ്? ഹം വി, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഞങ്ങൾ എപ്പോൾ വീട്ടിൽ ആ കൂടെ ഉണ്ടായിരുന്നാലും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഖുശ് എന്താണ്? ഹാപ്പി. ഖുശ് എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഖുശ് രഹത്തെ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. കൂട്ടുകാരെല്ലാവരും അവനവൻ്റെ പേര് പറയാൻ പഠിച്ചോ? മേം നീതൂഹും എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അവനവൻ്റെ പേര് എഴുതണം. ധന്യവാദ്.